ആരംഭത്തെക്കുറിച്ച് പല കഥകളും നിലവിലുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് കാൻഡി ഉണ്ടാക്കുന്ന കാൻഡി മേഖലയിൽ കൊച്ചുമകളിലെ ബന്ധപ്പെടുത്തിയ കഥയാണ്. മഞ്ഞ് പെയ്യുന്ന ഒരു തണുപ്പുള്ള ഭാഗം, മരം പൂച്ചുന്ന തണുപ്പ്, തണുപ്പിനെ ഗൗനിക്കാതെ കാൻഡി മേക്കർ തന്റെ കാൻഡി ഷോപ്പ് തുറന്നിട്ടിരിക്കുന്നു. നേരത്തെ ലഭിച്ച ഓർഡർ അനുസരിച്ച് ക്രമത്തിൽ സാധനങ്ങൾ എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട 7 വയസ്സുള്ള പൂച്ചകളെ ഓർക്കുന്നു. എന്താണ് ഞാൻ എൻ്റെ കൊച്ചുമക്കൾക്ക് ക്രിസ്മസിന് സമ്മാനം നൽകുന്നത്? അത് തീർച്ചയായും അവൾക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിരിക്കണം, ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. എങ്കിലും കാൻഡി മേക്കർ തൻ്റെ ദൈനംദിന ജോലികൾ തുടർന്നു. ഒടിഞ്ഞ ജാറുകളൊക്കെ വിവിധതരം കൂട്ടുകൾ, വിവിധതരം സുഗന്ധവും രുചിയും നൽകുന്ന എസൻസുകൾ എല്ലാം നിറച്ചു. ആ ഗ്രാമത്തിലെ ഓരോ കുട്ടികളുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ അറിയാവുന്ന കാൻഡി മേക്കർ അവരുടെ ഇഷ്ടമുള്ള കാൻഡികൾ തയ്യാറാക്കി അവർക്കായി കാത്തിരിക്കുന്നു. ഹലോ ചിൽഡ്രൻ, എല്ലാവരും ഉണ്ടല്ലോ. കാരൻ, സാറ, ജിം. ക്രിസ്മസ് സെലിബ്രേഷൻ എവിടെ വരെയായി? എനിക്ക് ക്രിസ്മസിന് ഒരു ബാർബി ഡോൾ പ്രസന്റ് കിട്ടും. നെക്സ്റ്റ് ഫ്രൈഡേ സ്കൂളിൽ പാർട്ടി ഉണ്ട്. കേക്ക്സ് ഒക്കെ ഉണ്ട് ഗ്രാൻഡ്പ. ആഹാ, എല്ലാവർക്കും നന്നായി ആഘോഷിക്കാമല്ലോ. ഒന്ന് നിന്റെ മക്കളെ, നിങ്ങൾക്കായി ഉണ്ടാക്കിയിരിക്കുന്ന കാൻഡി. ബൈ ബൈ കുട്ടികളെ. കുട്ടികൾക്ക് യഥാർത്ഥത്തിലുള്ള ഏറ്റവും മൂല്യമുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കണം. അത് എന്തായിരിക്കണം? പിതാവേ, പതിതരും പാപികളും ദുർബലരുമായ മനുഷ്യർക്ക് രക്ഷയുടെ സന്ദേശവുമായി നിന്റെ ഏകജാതനായ പുത്രനെ നീ ഞങ്ങൾക്ക് ദാനമായി അയച്ചു. ആ ഉണ്ണി ഈശോയുടെ സ്നേഹവും അനുഗ്രഹവും കുഞ്ഞുങ്ങൾ തിരിച്ചറിയുവാൻ എനിക്ക് എന്തെങ്കിലും അവർക്ക് നൽകണം. നീ ഞങ്ങൾക്ക് പകർന്നു തന്ന ആ വലിയ ദാനത്തെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുവാൻ അടിയന് സാധിക്കണമേ. നല്ല ആശയം ഉള്ളിലുണ്ടായ കാൻഡി മേക്കർ കാൻഡി ഉണ്ടാക്കാനുള്ള പഞ്ചസാരയും മറ്റു കൂട്ടുകളും വിട്ട് വേഗം തയ്യാറാക്കുവാൻ തുടങ്ങി. ദിവസവും വരുന്ന കുട്ടികൾക്ക് പ്രത്യേകമായ രീതിയിൽ കാൻഡി തയ്യാറാക്കാൻ തീരുമാനിച്ചു. അവർക്ക് പ്രിയപ്പെട്ട ഫ്ലേവർ വേണ്ടുന്ന ചേരുവകൾ ചേർത്ത് കൂട്ട് തയ്യാറാക്കി. കാൻഡിയുടെ ഒതിപ്പിക്കുന്ന ഗന്ധം, അതിലെ ചേരുവകളുടെ പ്രത്യേക ഗന്ധം. വിദ്വാൻമാർ യേശുവിന് നൽകിയ സുഗന്ധദ്രവ്യത്തെ സ്മരിപ്പിക്കുന്നതായിരുന്നു ആ ഗന്ധം. അദ്ദേഹത്തിന്റെ ഉള്ളിൽ പുത്തൻ ആശയങ്ങൾ ഉടലെടുത്തു. തീർച്ചയായും ഞാൻ ഉണ്ടാക്കുന്ന കാൻഡി പ്രത്യേകത നിറഞ്ഞതായിരിക്കണം. അവർക്ക് എന്നും ഓർമ്മിക്കുന്ന ഒരു സമ്മാനമായിരിക്കണം. എപ്പോഴും ഉണ്ടാക്കുന്ന കാൻഡി വേഗം ചവച്ചെടുക്കാവുന്നതാണ്. ഈ പ്രാവശ്യമോ ഞാൻ തയ്യാറാക്കുന്ന കാൻഡി ഹാർഡ് കാൻഡിയാണ്. ഏതവസരത്തിലും ആശ്രയിക്കാനും വിശ്വസിക്കാനും പറ്റുന്ന യേശുവാകുന്ന പാറ
എനിക്ക് ഓർമ്മ വരുന്നു. യേശുവിൻ്റെ പാപരഹിതമായ ജീവിതവും വിശുദ്ധിയും കാണിക്കുന്നതാവണം. ഈ ക്യാൻഡി ഏതെല്ലാം തരത്തിൽ യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയാം? പിതാവേ, ഇതുകൊണ്ട് ഞാൻ എന്തുണ്ടാക്കും? ഇത് കാണുമ്പോൾ കുട്ടികൾ എന്ത് പറയും? ഹലോ കേറ്റ് മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ കൊച്ചുമകൾക്ക് സുഖമാണോ? അതെ, വ്യത്യസ്തമായ ഷേപ്പ്. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതെ, കറക്റ്റ്. ഞാൻ പിടിക്കുന്ന വടി പോലെ തന്നെ. ഇടയൻ്റെ കയ്യിലെ വടിയും ഇതുപോലെ തന്നെ. ഇടയൻ തൻ്റെ ആടുകളെ സ്നേഹത്തോടെ മെല്ലെ തലോടും. ഈ വടി കൊണ്ട് ഇടയൻ തൻ്റെ വടി കൊണ്ട് നിയന്ത്രിക്കും തൻ്റെ ആടുകളെ. പോകേണ്ടുന്ന പാത കാണിക്കും. ആടുകൾ മുള്ളിൻ്റെ ഇടയിൽ പെടാതിരിക്കാനും വന്യമൃഗങ്ങൾ ആടിനെ ഉപദ്രവിക്കാതിരിക്കാനും ഇടയന് ഈ വടി മതി. മോളെ, ക്യാൻഡി ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കിക്കേ. ഇഷ്ടപ്പെട്ടൊന്ന് നോക്കൂ. നല്ല ഇടയൻ തന്റെ ആടുകളെ സ്നേഹിക്കുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകുന്നു. ഈ വഴി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യേശു എന്ന നല്ല ഇടയനെയാണ്. ഇപ്പോൾ എന്ത് കാണുന്നു? യെസ്, ജെ ഫോർ ജീസസ്. യേശുവിൻ്റെ ജനനത്തെ കൊണ്ടാടുന്നതാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസിന് ഗ്രാൻഡ് പ്രൈഡ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. അതെ, തീർച്ചയായും. എനിക്ക് ഈ വെള്ള നിറം കാണുമ്പോൾ യേശുവിൻ്റെ പാപമില്ലാത്ത ജീവിതവും പരിശുദ്ധിയും തോന്നുന്നു. പിന്നെന്താ? റെഡ് കളർ ഞാൻ ചേർത്തു. ഇപ്പോ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എൻ്റെ മോൾക്ക്? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. അവൻ നമ്മൾക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തേക്ക് അയച്ചു. അതെ, ഉണ്ണി ഈശോയാണ് ക്രിസ്മസിന് നമ്മൾക്ക് ദൈവം തന്ന വലിയ ഗിഫ്റ്റ്. അതെ, ഗിഫ്റ്റ്. നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ആ വലിയ ഗിഫ്റ്റ് ദൈവം നമ്മൾക്ക് തന്നത്. ഈ ചുവപ്പ് നിറം കാണുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈ ചുവപ്പ് നിറം സ്നേഹം എന്ന പോലെ രക്തത്തിൻ്റെയും നിറവുമാണ്. യേശു കുരിശിൽ ചൊരിഞ്ഞ രക്തത്തെയും ഇത് ഓർമ്മിക്കുന്നു. സ്വന്തം ജീവൻ നമ്മൾക്ക് വേണ്ടി ചൊരിഞ്ഞതിലൂടെ അവൻ്റെ അളവറ്റ സ്നേഹം നാം കണ്ടു. ഈ ക്യാൻഡിയുടെ മധുരം അവൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ ഗിഫ്റ്റ് കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ അർത്ഥവും മനസ്സിലാക്കി കൊടുക്കണം. ഗ്രാൻഡ്പ എനിക്ക് ഉണ്ടാക്കി തരുമോ? തീർച്ചയായും. നമ്മൾക്ക് 2 പേർക്കും ചേർന്ന് ഇത് ഉണ്ടാക്കാം. അത് കൂടുതൽ സന്തോഷം തരും. ഞാനൊരു സമ്മാനം തരണമെന്ന് വിചാരിച്ചപ്പോൾ അത് രൂപപ്പെടുത്തി തരുവാൻ നീയും സഹായിച്ചു എന്നെ. നമ്മൾക്കതിന് ദൈവത്തിനോട് നന്ദി പറയാം.
പിതാവേ, കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ക്യാൻഡി അനേകർക്ക് ക്രിസ്മസിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കണമേ. ഒരിക്കലും ഈ ക്യാൻഡി മേക്കറോ കുട്ടിയോ പ്രതീക്ഷിച്ചില്ല ഈ ക്യാൻഡി ക്രിസ്മസിന്റെ ചരിത്രത്തിൽ ഒരു ഭാഗമാകുന്നു. ക്രിസ്മസുമായുള്ള ബന്ധവും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നല്ല ഇടയനായ യേശു മാനവരാശിയുടെ രക്ഷയ്ക്കായി വന്നു. കുരിശിൽ തന്റെ രക്തം ചൊരിഞ്ഞതിലൂടെ അവന്റെ അളവറ്റ സ്നേഹം നാം അനുഭവിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു.